നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഓണനാളുകളെ വരവേൽക്കാനൊരുങ്ങി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത്. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഈ വർഷത്തെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓണം ഫെസ്റ്റിന് ഓഗസ്റ്റ് 30-ന് തുടക്കമാകും. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 3 വരെ നീണ്ടു നിൽക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഓണം ഫെസ്റ്റിന് കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരം വേദിയാകും. ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും അങ്കണവാടി കുട്ടികൾക്കും വനിതകൾക്കും അവസരമൊരുക്കുന്ന തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന ഓണം ഫെസ്റ്റ് 2025 ഉൽപ്പന്ന പ്രദർശനം, വിപണനമേള, കാർഷികമേള, കലാമത്സരങ്ങൾ, ഭക്ഷ്യമേള എന്നിവയുമുണ്ടാകും. കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്തും കൂറ്റനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലുമായാണ് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന ഓണമേള സംഘടിപ്പിക്കുന്നത്. കരുതൽ എന്ന പേരിൽ നടക്കുന്ന ഭിന്നശേഷി കലാമേളയ്ക്ക് 27-ന് തുടക്കമാകും. ബ്ലോക്ക് പരിധിയിലെ 7 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 200-ലധികം ഭിന്നശേഷിക്കാർ, അവരുടെ രക്ഷിതാക്കൾ, കെയർടേക്കർമാർ, പാലിയേറ്റീവ് കെയർ അംഗങ്ങൾ എന്നിവരെ പങ്കെടുപ്പിച്ച് കരുതൽ എന്ന പേരിൽ നടത്തുന്ന ഭിന്നശേഷി കലാമേള ഓണാഘോഷ പരിപാടിയിൽ മേളയിൽ ഏറ്റവും ശ്രദ്ധേയമാകും. 30-ന് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വയോജന കലാമേള ഒപ്പം എന്ന പേരിൽ നടക്കും. വയോജനങ്ങളുടെ ആയോധന കലാപ്രകടനം, വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വയോജനങ്ങളെ ആദരിക്കൽ എന്നിവയുമുണ്ടാകും. 31-ന് കുസൃതി എന്ന പേരിൽ തൃത്താല ബ്ലോക്കിൽ വിവിധ പഞ്ചായത്തുകളിലുള്ള 300 അങ്കണവാടി കുട്ടികൾ പങ്കെടുക്കുന്ന കലാമേള സെപ്റ്റംബർ 1 മുതൽ 3 വരെ വനിതാ കലാമത്സരങ്ങൾ ജ്വാല എന്ന പേരിൽ സംഘടിപ്പിക്കും. വീട്ടമ്മമാർ, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാവർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ജനപ്രതിനിധികൾ, മറ്റു ജീവനക്കാർ എന്നിവരുടെ വിവിധ ഗ്രൂപ്പുകൾ 3 ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിക്കും. അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ നൽകാനായി നടപ്പാക്കുന്ന ജോബ് സ്റ്റേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം മുൻമന്ത്രി തോമസ് ഐസക് നിർവഹിക്കും. മേളയുടെ ഉദ്ഘാടനം 31-ന് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. മുൻവർഷങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തൃത്താല ബ്ലോക്കിലെ എല്ലാ വിഭാഗത്തിലുള്ളവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ വർഷം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന, വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് മെമ്പർ TS ഷെറീന, സെക്രട്ടറി KK ചന്ദ്രദാസ് എന്നിവർ പറഞ്ഞു. ബ്ലോക്കിലെ 7 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുമായി വിവിധ വിഭാഗങ്ങളിൽ ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, അംഗനവാടിയിലെ കുട്ടികൾ, പിന്നെ വനിതകൾ, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഉൾപ്പെട്ടവരുടെ സർഗശേഷി പരിപോഷിക്കുന്നതിനും അവരുടെ വ്യക്തിത്വ വികാസത്തിനും മാനസിക വൈജ്ഞാനിക മേഖലകളിലെ വികാസത്തിനും നേതൃത്വപരമായ കഴിവുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുന്നതിനും ഒപ്പം നമ്മുടെ ഈ മേഖലയിലെ സാംസ്കാരിക പരിപോഷണത്തിനും അതേപോലെ പിന്നോക്കം നിൽക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന, പാർശ്വവൽക്കരിക്കുന്ന വിവിധ വിഭാഗക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ ഒരു എളിയ ശ്രമവും കൂടിയാണ്. അവർക്ക് കൈത്താങ്ങായി നമ്മളൊപ്പമുണ്ട് എന്നുള്ളൊരു സന്ദേശം നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷം നടപ്പാക്കുന്ന ഓണാഘോഷ പരിപാടിയെ സംബന്ധിച്ച് വിശദമായി സൂചിപ്പിച്ചു. വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. 27-ാം തീയതി മുതൽ 3-ാം തീയതി വരെ നമ്മളെ കുട്ടനാട് ടൗണിൽ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 27-ഉം 29-ഉം ബ്ലോക്ക് പഞ്ചായത്തിലും പിന്നെ ബസ് സ്റ്റാൻഡ് 30-ാം തീയതി മുതൽ 3-ാം തീയതി വരെ ബസ് സ്റ്റാൻഡ് പരിസരത്തുമാണ് നമ്മുടെ പരിപാടികൾ നടക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള ഒരു പ്രദർശന വിപണന മേളയും കാർഷിക യന്ത്രോപകരണങ്ങളുടെ പ്രദർശനവും ഹോർട്ടികോർപ്പിൻ്റെ പച്ചക്കറി ചന്ത ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള സ്റ്റാളുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പ്രാദേശിക സാമ്പത്തിക വികസനവും നമ്മുടെ പ്രദേശത്തുള്ള കലാകാരനും എല്ലാ മേഖലകളിലുമുള്ള സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള വിപുലമായിട്ടുള്ള ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. അതിലെല്ലാവരുടെയും സഹായ സഹകരണവും പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 1-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ബഹുമാനിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി K ബിനുമോളും 31-ന് ബഹുമാന്യനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷും അതുപോലെ തന്നെ ബഹുമാന്യനായിട്ടുള്ള തരൂർ ML. പട്ടാമ്പിയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മാർഗതടസ്സം സൃഷ്ടിച്ച് കാർ ഓടിച്ച സംഭവത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായില്ലെന്ന ആക്ഷേപവുമായി ആംബുലൻസ് ഓണർ ക്യാപ്റ്റൻ ടെക്നീഷ്യൻ അസോസിയേഷൻ രംഗത്ത്. ഓഗസ്റ്റ് 11-ന് പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിലേക്ക് ശ്വാസതടസ്സം നേരിട്ട രോഗിയുമായി പോയിരുന്ന ആംബുലൻസിന് മുന്നിലാണ് KL 14 AB 52
22 എന്ന നമ്പറുള്ള കാറ് മാർഗതടസ്സം സൃഷ്ടിച്ചതായി പരാതി ഉയർന്നത്. ആംബുലൻസ് ഡ്രൈവർ ഇതിന്റെ വീഡിയോ അടങ്ങിയ പരാതി പട്ടാമ്പി പോലീസിലും ജോയിന്റ് RTO ഓഫീസിലും നൽകിയിരുന്നു. എന്നാൽ സംഭവം നടന്നിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. ഇക്കാര്യത്തിൽ ഇനിയും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആംബുലൻസ് ഓണേഴ്സ് ക്യാപ്റ്റൻ ടെക്നീഷ്യൻ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പോലീസിലും RTO ഓഫീസിലും നൽകിയ പരാതിക്ക് യാതൊരു നടപടിയും ഇതുവരെ ഉദ്യോഗസ്ഥർ കൈക്കൊണ്ടിട്ടില്ല. ഇത് പ്രതിഷേധാർഹമാണ്. അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. ആ വണ്ടി നമ്മൾ പട്ടാമ്പി മുതൽ ചേസ് ചെയ്തിട്ട് കൂടെ വരുന്നുണ്ട്. ബാക്കിലായിട്ടും മുന്നിലായിട്ടും നമുക്ക് പോകാൻ കഴിയാത്ത രീതിയിലാണ് ഇവർ വരുന്നത്. ഒന്നെങ്കിൽ തൊട്ട് ബാക്കിൽ വന്നിട്ട് ലൈറ്റ് ഇട്ട് തൊട്ട് ബാക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ചവിട്ടേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, വണ്ടി ചവിട്ടേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വണ്ടി തട്ടും. അതേപോലെ തന്നെ വണ്ടിയിൽ പേഷ്യൻ്റ് ഉള്ളതാണ്. അതേപോലെ തന്നെ നമ്മളെ സൈറൻ ഹോൺ ഇതെല്ലാം കേട്ടിട്ട് എല്ലാ ആൾക്കാരും വണ്ടി മാറ്റി തരുന്നുണ്ട്. ആ ക്യാപ്പിലൂടെ ഈ വണ്ടി കയറി പോവുക ചെയ്യുന്നത്. നമ്മൾ കുളപ്പുള്ളി കഴിഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്ന ആൾ വീഡിയോ എടുത്തു. അത് നമ്മളത് പിറ്റേ ദിവസം 12-ാം തീയതി കംപ്ലൈൻ്റ് ആയിട്ട് RTO ഓഫീസിൽ പോയി, അതേപോലെ പട്ടാമ്പി സ്റ്റേഷനിലും പോയി. നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കണ്ടെത്താൻ ഒരു 3 ദിവസം 4 ദിവസം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ആളെ വിളിച്ചു വരുത്തി അവർക്ക് ദുർബലമായ വകുപ്പ് ചുമത്താൻ അവർ ആദ്യം പറഞ്ഞു. 193 സെക്ഷനാണ് SI സാർ പറഞ്ഞത്. അപ്പോൾ സെക്ഷൻ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടത്. അങ്ങനെ ആ സെക്ഷൻ ഇട്ട് അവർ ഫൈൻ അടക്കാൻ പറഞ്ഞപ്പോൾ ഫൈൻ അടക്കാൻ ആ പാർട്ടിക്കാർ തയ്യാറല്ല. അത് പിന്നെ കേസാക്കി FIR ഇട്ട് FIR കോപ്പി നമ്മുടെ അടുത്തുണ്ട്, പരാതി കൊടുക്കുന്ന റെസീറ്റിന്റെ കോപ്പി നമ്മുടെ അടുത്തുണ്ട്. അതേ ദിവസം തന്നെ 12-ാം തീയതി തന്നെ RTO ഓഫീസിൽ നമ്മൾ പരാതി കൊടുത്തു. ഇന്ന് ഈ ദിവസം വരെ 12-ാം തീയതി കൊടുത്ത പരാതി 14 ദിവസം കഴിഞ്ഞ് ഇന്ന് ഈ ദിവസം വരെ RTO ഓഫീസിൽ വിളിക്കുക അല്ലെങ്കിൽ അതിന് നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ RTO ഓഫീസിൽ പോയി ഇത് അന്വേഷിച്ചപ്പോൾ, ആദ്യം ഞങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് അവിടെ കിട്ടിയിട്ടില്ല. അത് ഈ പരാതി അവർ നോക്കി, പരാതി അവിടെ വന്നിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് വരികയും ചെയ്തിട്ടില്ല. 14 ദിവസം കഴിഞ്ഞു. ഞാൻ ജോയിന്റ് RTOനെ ഞങ്ങൾ കണ്ടു. ജോയിന്റ് RTOനെ കണ്ടപ്പോൾ ജോയിന്റ് RTO റഫീഖ് സാറിനെ വിളിക്കണമെന്നാണ്. ഞാൻ റഫീഖ് സാറിനെ വിളിച്ചു. മൂപ്പര് വിളിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് ഞങ്ങൾക്ക് 2 പ്രശ്നങ്ങളുള്ളത്. ഒന്ന്, വണ്ടിയുടെ പേര് ഞങ്ങൾ കൊടുത്തത് തെറ്റാണ്. അത് ഞങ്ങൾ കൊടുത്തത് പെട്ടെന്ന് ഈ ടൊയോട്ട അർബൻ ക്രൂയിസർ എന്നാണ് മാരുതിയുടെ ബ്രസ എന്ന വാഹനത്തിന്റെ സെയിം കോപ്പിയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു നോട്ടത്തിൽ കണ്ടാൽ ചിലപ്പോൾ ആർക്കും മാറിപ്പോകും. പക്ഷെ വണ്ടിയുടെ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ ഞങ്ങൾ കൊടുത്ത കറക്റ്റ്, അത് വീഡിയോടൊപ്പം ഉള്ളതാണ്. ഇത് അന്നേ ദിവസം തന്നെ ന്യൂസ് ആയ സംഭവമാണ്. ഈ വണ്ടി നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ കറക്റ്റ് ഇല്ലെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് വണ്ടി നമ്പർ കറക്റ്റ് ആണ്, അല്ലാതെ വലിയ വിഷയമില്ല, കേസൊന്നല്ല. അപ്പൊ ആയിക്കോട്ടെ. അങ്ങനെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് വണ്ടി നമ്പർ വെച്ചിട്ട് RC ഓണറുടെ മൊബൈൽ നമ്പർ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് പറയുന്നത് RTO ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്. വണ്ടിന്റെ നമ്പർ വെച്ചിട്ട് മൊബൈൽ നമ്പർ എടുക്കാൻ പറ്റില്ല. ഇതേ സംഭവം സ്റ്റേഷന്റെ നമ്പർ എടുത്ത് ആളെ വരുത്തിയൊക്കെ ചെയ്തു. അതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് നിഷാദ്, ജില്ലാ ട്രഷറർ നൌഷാദ് പട്ടാമ്പി, ജില്ലാ സെക്രട്ടറി ഗോപി മുതുതല, ഹർഷാദ്, ഗിരീഷ്, ഹാഷിഫ്, സായികുമാർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പിതാവും മകനും സഞ്ചരിച്ച സ്കൂട്ടറിൽ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ പിതാവിന് ഗുരുതര പരിക്ക്. തൃത്താല പടിഞ്ഞാറങ്ങാടി റോഡിൽ കോക്കാട് സെന്ററിന് സമീപമായിരുന്നു അപകടം. കോക്കാട് സ്വദേശിയും തൃത്താലയിലെ മത്സ്യവ്യാപാരിയുമായ റസാക്കിനാണ് ഗുരുതര പരിക്കേറ്റത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന മകൻ ഫാസിൽ നിസാര പരിക്കുകളോടെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. തൃത്താല പടിഞ്ഞാറങ്ങാടി റോഡിൽ കോക്കാട് സെന്ററിന് സമീപം തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. തൃത്താലയിൽ മീൻ കച്ചവടം നടത്തുന്ന ഉപ്പയെ ജോലിസ്ഥലത്തെത്തിക്കാനായി പോകുന്നതിനിടെയാണ് ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടറിൽ ലോറി ഇടിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്നും കമ്പി കയറ്റിയ ലോഡുമായി പടിഞ്ഞാറങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി മറ്റൊരു ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ താഴെ വീണ റസാക്കിന്റെ കൈക്ക് മുകളിലൂടെ ലോറി കയറിയിറങ്ങി. തലയ്ക്കും ഗുരുതര പരിക്കേറ്റ റസാക്കിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരിൽ പരുതൂർ കുളമുക്കിൽ നടത്തിവരാറുള്ള മൗലിദ് ദിക്ർ ദുആ സ്വലാത്ത് മജ്ലിസിന്റെ 19ാമത് വാർഷികം ഓഗസ്റ്റ് 28-ന് പാലത്തറ ഗേറ്റിൽ നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരിൽ പരുതൂർ കുളമുക്കിലെ TVM അനീഫ മുസ്ലിയാരുടെ വീട്ടിൽ നടത്തിവരാറുള്ള മൗലിദ് ദിക്ർ ദുആ സ്വലാത്ത് മജ്ലിസിന്റെ 19ാമത് വാർഷികമാണ് ഈ മാസം 28-ന് നടത്തുന്നത്. രാവിലെ 8 മണി മുതൽ 12 മണി വരെ പാലത്തറ TSA ഓട്ടോത്തിൽ വെച്ചാണ് സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ റബീഉൽ അവൽ മാസപ്പിറവി കണ്ട നാൾ മുതൽ തന്നെ പ്രവാചകന്റെ മഹത്വങ്ങൾ വിളംബരം ചെയ്യുകയും
അവരുടെ പേരിലുള്ള മൗലിദ് പാരായണങ്ങളും അദ്കാറുകളും സലാത്തുകളും ഒക്കെ പതിവാക്കുന്ന കാഴ്ച നിങ്ങൾക്കറിയാം. അത്തരത്തില് ഒരു മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം പകർന്ന പ്രവാചകന്റെ ജീവിതം ആധുനിക ജനതയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും കടമ തന്നെയാണ് എന്നാണ് ഞങ്ങൾ സംഘാടകർ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രവാചകന്റെ പേരിൽ നടത്തി വരാറുള്ള ഒരു മൗലിദ് സലാത്ത് ദിക്ർ മജ്ലിസിന്റെ 19ാം വാർഷികമാണ് TBM ഹനീഫ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 28-ാം തീയതി വ്യാഴാഴ്ച പാലത്ര റെയിൽവേ ഗേറ്റിലെ TSA ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ ഒരു പരിപാടി ഇന്ന് അതിവിപുലമായ രീതിയിൽ ഒരു ജനവിഭാഗം ഏറ്റെടുത്ത് മാനവികതയുടെ സന്ദേശങ്ങൾ പടർത്തുന്നതിനും ആത്മീയതയുടെ അനുഭൂതി ജനങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിനും ഉതകുന്ന രീതിയിൽ ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. മൂല്യച്യുതി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക യുഗത്തിൽ മൂല്യമേറിയ റസൂലിന്റെ സന്ദേശങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പരിപാടി. TVM മുഹമ്മദ് ഹനീഫ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സയ്യിദ് ഷാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ഷമീർ സക്കാഫി പുന്നൂർ, അബൂബക്കർ ദാരിമി മോളൂർ, TVM മുഹമ്മദ് ഹനീഫ മുസ്ലിയാർ, റഷീദ് തുടങ്ങിയവർ പങ്കെടുക്കും. സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും മഹിതമായ സന്ദേശങ്ങൾ മക്കയിൽ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രചരിപ്പിക്കാൻ പ്രവാചകന് സാധിച്ചത് കാരുണ്യത്തിന്റെ ദൂതനായി മാറാൻ നബിക്ക് കഴിഞ്ഞു എന്നതിനാൽ തന്നെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് പ്രസ്തുത വാർഷിക പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്, സാധാരണ സംഘടിപ്പിക്കാറുമുള്ളത്. ഷെയ്ഖുന അംസക്കോയ ബാക്കവി അൽ ഗാമിലി കടലുണ്ടി മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ TVM ഹനീഫ മുസ്ലിയാർ, TVM റഷീദ്, പറലിൽ സെയ്ദ് ഹാജി, അഡ്വക്കേറ്റ് യാസറി, ഷെരീഫ് സാദി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹുസൈൻ പുളിയഞ്ഞാലിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കൂട്ടൻ കട്ടിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗങ്ങളായ റംല വീരാൻകുട്ടി, ഷഹന അലി, ഷഹന മുജീബ്, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ 15 വാർഡുകളിൽ നിന്നായി 99 വയോജനങ്ങൾക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. ഇടവേള. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെയോ ഓഫീസിലെയോ പഴയ ഫർണിച്ചർ മാറ്റി പുതിയത് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ പഴയ ഫർണിച്ചറുകളൊക്കെ ഇനി എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത്തരം ഫർണിച്ചറുകൾ ഏതൊരവസ്ഥയിലുള്ളതാണെങ്കിലും മികച്ച മൂല്യത്തിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഐഫ അവസരം ഒരുക്കുന്നു. ഐഫ, ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തയിലേക്ക്. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി തൃത്താലയിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി. ഇക്കുറി അത്തത്തിന് മുൻപ് തന്നെ ഓണത്തിന്റെ വിളവെടുപ്പ് തുടങ്ങി. പല നിറത്തിലുള്ള ചെണ്ടുമല്ലി, വെണ്ട, തക്കാളി, വഴുതനങ്ങ, പയർ, ചീര, മധുരക്കിഴങ്ങ്, കൂർക്ക, കൂവ തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്ത നാഗലശ്ശേരി മൂളിപ്പറമ്പിലാണ് വിളവെടുപ്പുത്സവം നടത്തിയത്. 50 സെന്റിൽ കൃഷി ചെയ്യാൻ നേതൃത്വം കൊടുത്തത് കുടുംബശ്രീ ഉണർവ് JLG ഗ്രൂപ്പാണ്. പൂവിനും പച്ചക്കറിക്കുമെല്ലാം ഇപ്പോൾ തന്നെ ഓണക്കാലത്തേക്കുള്ള ഓർഡർ ലഭിച്ചുവെന്ന് ഇവർ പറയുന്നു. 31 മുതൽ ആരംഭിക്കുന്ന സുസ്ഥിര തൃത്താല കാർഷിക കാർണിവലിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കും. കൃഷിവകുപ്പ് കർഷകരിൽ നിന്ന് 20% അധിക വിലയ്ക്ക് വാങ്ങി 30% കുറഞ്ഞ വിലയ്ക്ക് പൊതുവിപണിയിലും ഉൽപ്പന്നങ്ങൾ വിൽക്കും. ഒരേ സമയം കർഷകർക്കും വാങ്ങുന്നവർക്കും ലാഭമാകുന്നതാണ് പദ്ധതി. തൃത്താല മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി 162 ഏക്കറിലാണ് പച്ചക്കറിയും പൂക്കളും ഓണത്തിനായി കൃഷി ചെയ്തത്. ഇവയുടെ വിളവെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ നടത്തും. അപ്പോൾ നമ്മൾ അടുത്തതിരുന്ന് പ്ലാൻ ചെയ്തു. അന്ന് നമ്മൾ പ്ലാൻ ചെയ്തതാണ് വിഷുവിന് ചെയ്തതിനേക്കാൾ കൂടുതൽ കൃഷി ഓണത്തിന് ചെയ്യണം. കാരണം മുൻകൂട്ടി ചെയ്താലല്ലേ എപ്പോഴേക്കും ആവും. അപ്പോൾ പൂക്കൃഷിയും ചെയ്യണം. 150 ഏക്കറാണ് വിഷുവിന് ചെയ്തതെങ്കിൽ 162 ഏക്കർ നമ്മൾ ഓണത്തിന് ചെയ്തു. 20% കൂടിയ വിലയ്ക്ക് കൃഷി വകുപ്പ് എടുക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുമാനം ഉറപ്പാക്കുന്നത്. വകുപ്പ് സബ്സിഡി കൊടുത്തെടുക്കും.
നമ്മൾ കൃത്യകർത്താരുടെ ഭാഗമായി 162 ഏക്കറയിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നം അത് 30% കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാരികളുണ്ട്. അപ്പോൾ കൃഷിക്കാർക്കും ലാഭം, വാങ്ങുന്ന ആൾക്കാർക്കും ലാഭം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ പൂവിന് ഓർഡർ കിട്ടിയില്ല, ആയിക്കഴിഞ്ഞല്ലോ. കുറച്ച് പച്ചക്കറി മഴ അധികം വന്നപ്പോൾ ചീഞ്ഞു പോയി അല്ലേ? അത് നമ്മൾ തവണ പ്രതീക്ഷിച്ചതിനേക്കാൾ മഴ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്നാലും നന്നായിട്ട് കൃഷി നടന്നു എല്ലായിടത്തും. 31-ാം തീയതി ഈ മണ്ഡലം മുഴുവൻ വിളവെടുപ്പിൽ പച്ചക്കറി, പൂവ്. ചാലിശ്ശേരി അങ്ങാടിയോടുള്ള UDF പഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗണനയ്ക്കെതിരെ CPIM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. ഞായറാഴ്ച വൈകിട്ട് ചാലിശ്ശേരി പടിഞ്ഞാറേ പള്ളിക്ക് സമീപം നടന്ന വിശദീകരണ യോഗം CPM തൃത്താല ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ബോബൻ സി പോൾ അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗം KI പ്രയാൺ, ലോക്കൽ കമ്മിറ്റി അംഗവും വാർഡ് മെമ്പറുമായ ആനി വിനു തുടങ്ങിയവർ സംസാരിച്ചു. ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി KG സണ്ണി ചാലിശ്ശേരി സ്വാഗതവും ഷാജിമോൾ നന്ദിയും പറഞ്ഞു. SKJM പാലക്കാട് ജില്ലാ മിലാദ് ക്യാമ്പയിൻ ഓഗസ്റ്റ് 29-ന് ഓങ്ങല്ലൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന ശീർഷകത്തിൽ സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന മിലാദ് ക്യാമ്പയിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാതല ഗ്രാൻഡ് മിലാദ് ജൽസയും ഇശക് മജ്ലിസുമാണ് ഓങ്ങല്ലൂർ പാറപ്പുറത്ത് വെച്ച് നടത്തുന്നത്. ഓഗസ്റ്റ് 29-ന് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9:30 വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 4 മണിക്ക് പാറപ്പുറത്തെ നിലവിൽ നടന്നുവരുന്ന മജ്ലിസ് നൂറിന്റെ വാർഷിക സദസ്സും നടക്കും. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് PK ഇമ്പിച്ചിക്കോയത്തങ്ങൾ പഴയലക്കിടി നേതൃത്വം നൽകും. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അമിത് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. മറ്റു പ്രമുഖരും പങ്കെടുക്കും. പോഷകഘടകങ്ങളും സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന മീലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഈ വരുന്ന 29-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9:30 വരെ 32,000 ആളുകൾ പങ്കെടുക്കുന്ന വളരെ വിപുലമായ പരിപാടികളോടുകൂടി ഗ്രാൻഡ് മൗലിദ് ജൽസയും ഇഷ്ക് മജ്ലിസും സംഘടിപ്പിക്കാൻ വൈകുന്നേരം 4 മണിക്ക് ഓങ്ങല്ലൂർ പാറപ്പുറത്ത് സ്ഥിരമായി നടന്നു വരുന്ന മജ്ലിസ് നൂർ ആത്മീയ സദസ്സിൻ്റെ വാർഷികവും 5-15-ന് ജില്ലാതലത്തിൽ നടത്തുന്ന വലിയ ഒരു മൗലിദ് പരിപാടി, ഗ്രാൻഡ് മൗലിദ് ജൽസ എന്ന് പറയപ്പെടുന്ന ഒരു വലിയ ഒരു പരിപാടിയാണ് സുന്നിയോന സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് PK ഇമ്പിച്ചിക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കും. വൈകുന്നേരം 7 മണിക്ക് SKSSFന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അമീദ് അലി ശിഹാബ് തങ്ങൾ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത കവ്വാലി ഗായകൻ മൻസൂർ പുത്തനത്താടി എൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിൽ അന്ത്യപ്രവാചകരുടെ 1500-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിൽ 169 കേന്ദ്രങ്ങളിൽ പ്രവാചക അനുരാഗ പ്രകീർത്തന സദസ്സുകളും മദ്രസാ പഠനം കഴിഞ്ഞ സഹോദരിമാർക്കായി ജില്ലാതലത്തിൽ ഓഗസ്റ്റ് 31-ന് മിലാദ് നബി വിജ്ഞാന പരീക്ഷയും സംഘടിപ്പിക്കുമെന്നും ഇവർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ AKJM ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി TK മുഹമ്മദ് കുട്ടി ഫൈസി കരുവാൻപടി, ജില്ലാ വൈസ് പ്രസിഡന്റ് M മുഹമ്മദ് അലി സാദി, ജില്ലാ വർക്കിംഗ് സെക്രട്ടറി CM സുനീർ മുസ്ലിയാർ, സംഘാടക സമിതി ചെയർമാൻ V യൂസഫ് ഹാജി, MV സത്താർ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ ജനവിരുദ്ധ നയങ്ങൾ ആരോപിച്ച് BMSന്റെ പ്രക്ഷോഭം. പട്ടാമ്പി മേഖലാതല സമരപ്രഖ്യാപന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിലാപുരം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിൻ്റേത് തൊഴിലാളി ജനദ്രോഹ നയങ്ങളാണെന്നാരോപിച്ച് BMS സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് പട്ടാമ്പി മേഖലാതല സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മേലെ പട്ടാമ്പി മാരാർജി സ്മൃതി മന്ദിരത്തിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധമായ ജനവിരുദ്ധമായ നിലവിൽ പ്രതിഷേധിച്ചുകൊണ്ടും അന്നത്തെ രൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളെ സർക്കാർ ആ നയങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു തൊഴിലാളി സംഘടന ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും
അത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന കേരളീയർ ആ സമരത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളൊക്കെ തന്നെ BMS ആഹ്വാനം ചെയ്ത ഹർത്താലിനെ കുറിച്ച് വലിയ ചർച്ചകളൊക്കെ തന്നെ നടക്കുകയുണ്ട്. എന്തൊക്കെയായാലും അന്ന് BMS ആഹ്വാനം ചെയ്ത പണിമുടക്ക് കേരളത്തിന്റെ തൊഴിലാളി ചരിത്രത്തിൽ ഇതുവരെ ഒരു തൊഴിലാളി സംഘടനയും ധൈര്യപ്പെടാത്ത ഒരു സമരത്തിനായിരുന്നു അന്ന് BMS കേരളത്തിൽ ആഹ്വാനം ചെയ്തത്. പിന്നീട് അവിടെ ഇങ്ങോട്ട് നിരവധിയായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തൊഴിലാളികളുടെ വിഷയങ്ങളും സാമൂഹ്യ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നിരവധിയായിട്ടുള്ള സമരങ്ങൾക്ക് കേരളത്തിൽ ഭാരതീയ മുസ്ലിം സംഘം നേതൃത്വം നൽകി വരികയാണ്. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 14 വരെയാണ് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കൺവെൻഷനിൽ BMS മേഖലാ പ്രസിഡന്റ് C രാമദാസ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി P പരമൻ, CP സുജാത, UP രാമദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി സ്വദേശിയായ യുവാവ് ദുബായിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. ചാലിശ്ശേരി PP ഓഡിറ്റോറിയം മൈലാടിക്കുന്ന് റോഡിൽ മാർവൽ ക്ലബിന് സമീപം താമസിക്കുന്ന മേലേത്തലയ്ക്കൽ പരേതനായ ഔദൽ മകൻ നജ്മുദ്ദീനാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. നൂർജ മാതാവും ഫെബീന ഭാര്യയുമാണ്. യാസിൻ, ലൈബ, ഇസ എന്നിവർ മക്കളാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.